നിങ്ങൾ കൊടുത്ത പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? കേരള സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. വിഴിഞ്ഞം എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമാകുന്നത്? ശ്രീ അനിൽകുമാർ, വിഴിഞ്ഞം എങ്ങനെയാണ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമാകുന്നത്? സംസ്ഥാന സർക്കാർ ആകാശം മുടക്കിയത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷമാണോ വിഴിഞ്ഞം കമ്മീഷൻ? ഇത് LDF സർക്കാരിന്റെ വാർഷികാഘോഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടില്ലേ ശ്രീ അനിൽകുമാർ? ഇത് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ശ്രീ അനിൽകുമാർ. നിങ്ങൾ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിന്റെ കാരണമായി സർക്കാരിന്റെ വാർഷികാഘോഷം എന്ന് പറയുന്നു. അത് PMOയോട് പറഞ്ഞിട്ടുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമോ മന്ത്രിസഭയുടെ വാർഷികാഘോഷം കൂടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അറിയാമോ? അതന്നെ പറയുന്നു. ഇതിന്റെ വികസനത്തിന് ഇന്ത്യ ഗവൺമെന്റ് പിന്തുണ. ശരി, ഇത് പ്രധാനമന്ത്രിക്ക് അറിയാമോ? അതാണ് ചോദ്യം. വാർഷികാഘോഷമാണെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാമോ? അതുകൊണ്ടാണ് അതല്ലേ ഞാൻ മറുപടി പറയുന്നത്. അതാണ് ഞാൻ മറുപടി പറയുന്നത്. കേരള സർക്കാർ ആ പദ്ധതിയിൽ വരുത്തേണ്ട ക്രമീകരണം, അതിന്റെ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടും ചടങ്ങിന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ടും എന്താണോ ചെയ്യേണ്ടത് എന്ന് PMO സാങ്ഷൻ ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക്. എന്ന് വെച്ചാൽ എന്താണ് താങ്കൾ പറയുന്നത് ശ്രീ അനിൽകുമാർ? എന്ന് വെച്ചാൽ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പങ്കെടുപ്പിക്കണോ വേണ്ടയോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസാണോ തീരുമാനിക്കുന്നത്, അതോ നിങ്ങളാണോ? സതീശനെതിരെ വിഴിഞ്ഞത്തി ഉദ്ഘാടനത്തിന് കെട്ടിക്കേറി പോകുന്നത് പ്രതിപക്ഷ നേതാവായതുകൊണ്ട് കഴിഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ ചെയ്ത കാര്യം ചെയ്യാതിരിക്കണമെന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. അദ്ദേഹം അപേക്ഷ അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ പട്ടികയിൽ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അതാദ്യം പറയണ്ടേ. പ്രതിപക്ഷ നേതാവ് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് ജനാധിപത്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ഗതികേട് പ്രതിപക്ഷ നേതാവിനില്ലല്ലോ. അത് ചടങ്ങിൽ പങ്കെടുത്ത് ചടങ്ങിനെ കുറ്റം പറഞ്ഞു, സദ്യ കഴിഞ്ഞ് ഛർദിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ജനാധിപത്യം കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ.